തട്ടുകടകളിൽ പ്ലാസ്റ്റിക് ഇഡ്ഡലിയോ? കാണാതെ പോകരുത് ഈ വീഡിയോ. മാക്സിമം ഷെയർ ചെയ്യൂ. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇഡ്ഡലി പോലുള്ള ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നു. സാധാരണ ഇഡ്ഡലികളിൽ നിന്ന് വ്യത്യസ്തമായ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചുണ്ടാകുന്ന ഇഡ്ഡലിക്ക് മയവും മിനുസവും കൂടുതലായിരിക്കും. ഇഡ്ഡലി തൊട്ടുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് അതിനു മുകളിലാണ് മാവ് ഒഴിക്കുന്നത്. ഇതുവഴി സാധാരണ ഇഡ്ഡലി പാകമാകാൻ എടുക്കുന്നതിലും വേഗം തയ്യാറാക്കാൻ സാധിക്കും. കൂടാതെ മാവ് തട്ടിൽ ഒട്ടിപ്പിടിക്കാത്തതിനാൽ പാഴാവുകയുമില്ല. ഭക്ഷണ സാധനങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പാചകം ചെയ്യുന്നതും ചൂടോടെ പൊതിയുന്നതും പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ ഭക്ഷണത്തിലേക്ക് കലരുന്നതിന് ഇടയാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെറീൻ, ബൈഫനോൾ എന്നിവ ക്യാൻസറിനും ഹൃദ്രോഗങ്ങൾക്കും പ്രത്യുത്പാദന ശേഷിക്കുറവിനും വരെ കാരണമാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിന്നും പുറത്തുവരുന്ന വാർത്തകൾ പ്ലാസ്റ്റിക് ഇഡ്ഡലിയുടെ ഭീകരത വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഷിബു കെൻ എന്ന വ്യക്തിയാണ് പ്ലാസ്റ്റിക് ഇഡ്ഡലിയുടെ വിവരം തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. സാധാരണയായി അരിയും ഉഴുന്നും ഉലുവയും ചേർത്തരച്ച് ഒരു പ്രത്യേക ഉഷ്മയിൽ പുളിപ്പിച്ച് നിർമ്മിക്കുന്ന പലഹാരമാണ് ഇഡ്ഡലി. ഇത് തെക്കേ ഇന്ത്യക്കാരുടെ പ്രിയ ഭക്ഷണമാണ്. വളരെ മൃദുവും രുചികരവുമാണ് ഇഡ്ഡലി. ഇഡ്ഡലി പാചകം ചെയ്യുമ്പോൾ സാധാരണയായി ഇഡ്ഡലി തട്ടിൽ ഒരു തുണി വിരിക്കുകയോ വാഴയില വെക്കുകയോ ചെയ്യും. ഇത് ചെയ്യാത്തവർ ഇഡ്ഡലി വേഗത്തിൽ വിട്ടുപോരുന്നതിനാൽ എണ്ണ തേക്കും. എന്നാൽ കൊല്ലം ജില്ലയിൽ ഷിബു കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. ചൂടുള്ള വെള്ളത്തിൽ പുഴുങ്ങി വരുന്ന ഇഡ്ഡലികൾക്ക് ബേസായി വെച്ചിരിക്കുന്നത് തുണിയും വാഴയിലയുമല്ല, മറിച്ച് പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇഡ്ഡലി വേവുന്നതിന് അനുസൃതമായി ഈ പ്ലാസ്റ്റിക് ഇഡ്ഡലിയുമായി ചേരുകയും ഇഡ്ഡലി വിഷമയമായി മാറുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.